അരുണാചൽ പ്രദേശിലെ മിയാവ് രൂപതയിലൂടെ കടന്നുപോകുമ്പോൾ നാടിന് വിശ്വാസ വെളിച്ചം പകരുന്ന നിരവധി കുരിശടികൾ ഗ്രാമപ്രദേശങ്ങളിൽ കാണാം. ഈ കപ്പേളകൾ നിർമ്മിച്ചതാരാണെന്ന് ചോദിക്കുമ്പോൾ അരുണാചലിൽ തന്നെയുള്ള സജി എന്ന മലയാളി ഉദ്യോഗസ്ഥന്റെ പേരാണ് അവരെല്ലാവരും പറയാറുള്ളത്. ചില ദേവാലയങ്ങളുടെ മുന്നിൽ കൂടി കടന്നു പോകുമ്പോഴും സജിയെക്കുറിച്ചാണ് ആളുകൾ പറയുന്നത്. ആ ദേവാലയങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പിന്നിലും അദ്ദേഹത്തിൻ്റെ സഹായം ഉണ്ടത്രേ. സജിയെ അന്വേഷിച്ച് കണ്ടെത്തി. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ എടത്വായിലുള്ള പച്ച എന്ന സ്ഥലത്തു നിന്നും 3.5 പതിറ്റാണ്ട് മുമ്പ് അരുണാചലിലെത്തിയതാണ് കരിക്കാംപള്ളി സജി എന്ന വ്യക്തി. ഇപ്പോൾ ഭാര്യയും മക്കളുമായി അരുണാചലിൽ കഴിയുന്നു. സഭയോടുള്ള ഉറച്ച വിശ്വാസവും ദൈവത്തോടുള്ള അഗാധമായ സ്നേഹവുമാണ് തൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്നാണ് സജി പ്രതികരിച്ചത്. ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഈ സമയത്ത് നമ്മൾ ആയിരിക്കുന്നത് കരിക്കമ്പള്ളിയിൽ സജിച്ചേട്ടൻ്റെ വീട്ടിലാണ്. ഞാൻ ഫാദർ ബൈജു കുന്നക്കാട് അഡോർണോ ഫാദേഴ്സിലെ ഒരു സഭ അംഗമാണ്. എൻ്റെ കൂടെ ഉള്ളത് ഫാദർ ജെബിൻ സിയാറം, അച്ഛനും എൻ്റെ സഭ അംഗം തന്നെയാണ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും സജി ചേട്ടനെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്ന രണ്ട് വ്യക്തിത്വങ്ങൾക്ക് ഉടമയാണ് ഞങ്ങൾ രണ്ടുപേരും. ഈ അരുണാചൽ പ്രദേശിൽ ഈസ്റ്റ് സൈഡിൽ ഒത്തിരിയേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ സജി ചേട്ടനെക്കുറിച്ച് ഏതാനും വാക്കുകൾ ചോദിച്ച് കൂടുതൽ അറിയുവാനും കൂടുതൽ സ്നേഹബന്ധങ്ങൾ പങ്കിടുവാനുമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. സജിച്ചേട്ട 10-30 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞു. ഇന്ന് ചങ്ലാം ഡിസ്ട്രിക്റ്റിൽ ഇന്ന് ജയറാംപൂരിലെ HOD ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നറിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ പ്രവാസി കാരുണ്യ അപ്പസ്തോലിക് പുരസ്കാരം നേടുകയുണ്ടായി. അതിൻ്റെ വീഡിയോസും അതിൻ്റെ ഫോട്ടോസും എല്ലാം കാണുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതിൽ ഒത്തിരി സന്തോഷമുണ്ടായി. അതിനെക്കുറിച്ച് എന്ന് വിവരിക്കുകയാണെങ്കിൽ, എന്ന് പറയുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. എൻ്റെ പേര് സജി കരിക്കമ്പള്ളി. എൻ്റെ ദേശം എന്ന് പറഞ്ഞാൽ അത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പച്ച എന്ന ഇടവകയിൽ ഉള്ള പ്രതിദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 89 കാലഘട്ടങ്ങളിലാണ് ഞാൻ അരുണാചൽ പ്രദേശിൽ വരുന്നത്. അതിനൊരു കാരണമുണ്ട്. എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് കാർമൽ പോളിടെക്നിക്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടി നിൽക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച സഹപാഠികൾ എല്ലാവരും ജോലിക്ക് വിദേശത്തും നാട്ടിലും എല്ലാം തേടിപ്പോയപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ മുഖേന ഞാൻ അരുണാചലിൽ വന്നത്. കാരണം ഞാനും മറ്റുള്ളവരെ കണക്ക് ഒരു പാസ്പോർട്ട് എടുത്തായിരുന്നു 89-ൽ വിദേശത്ത് ജോലി. അന്നത്തെ കാലഘട്ടങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് പോകാനുള്ള ഒരു തിടുക്കത്തിലാണ്. ആ ഒരു തിടുക്കത്തിൽ ഞാനും പാസ്പോർട്ട്, അന്നത്തെ കാലത്ത് പാസ്പോർട്ട് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ പോകണം. അപ്പോൾ അങ്ങനെ പാസ്പോർട്ടും എല്ലാം എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കസിൻ ബ്രദർ എന്നെ ഇങ്ങനെ ട്രങ്കോൾ വഴി വിളിക്കുന്നത്. അന്ന് മൊബൈലും കാര്യങ്ങളൊന്നുമില്ല. ട്രങ്കോൾ വഴി വിളിച്ച് ഒരു 30 സെക്കൻഡ് സംസാരിച്ചുള്ളൂ. ഇങ്ങനെ വരണമെന്ന് പറഞ്ഞു. ഗോട്ടിൽ വരണം, ഇന്ന ടിക്കറ്റ് എടുക്കണം, തിരുവല്ലാന്ന് കയറണം, ഗോട്ടിൽ ഇറങ്ങണം, അവിടെ ഞാൻ ഒരാളെ അയക്കും. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് 12-ാം തീയതി ഇങ്ങനെ റെയിൽവേ ടിക്കറ്റ് എടുത്തു. ഗോട്ടിൽ വന്നപ്പം പറഞ്ഞ കണക്ക് കസിൻ ബ്രദർ ഒരു ദൂതനെ അയച്ചു. ദൂതനെ അയച്ചു കഴിഞ്ഞ് ഗോട്ടിൽ നിന്നും പിന്നെയും പോകണം. തേജ്പൂർ വഴി അരുണാചലിലോട്ട് കയറണമെങ്കിൽ 3 ദിവസത്തെ യാത്രയാണ് ബൈ റോഡ്. അന്ന് ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കാൻ വേണ്ടി ഒരു ദിവസം ഈ ബോർഡർ ഏരിയയിൽ കിടക്കണം. നമ്മൾ ഈ താവളം അടിക്കുന്ന കണക്കാണ് കിട്ടും കാര്യങ്ങളുമായിട്ട്. ട്രങ്കൊക്കെ ആയിട്ട് ഇന്നത്തെ കണക്ക് പെട്ടിയും ബാഗൊന്നുമില്ല. ചെറിയ സ്റ്റീലിൻ്റെ ട്രങ്ക് കൊണ്ടൊക്കെ വരുന്നതും പോകുന്നതും നമ്മളന്ന് സാധാരണ അതെ. അപ്പോൾ അങ്ങനെ താവളം അടിച്ചു. അരുണാചലിൻ്റെ ബോർഡറിൽ സെപ്പ എന്ന് പറഞ്ഞ ഈസ്റ്റ് കാമെങ് ഡിസ്ട്രിക്റ്റിലെ ആണ് എൻ്റെ ഫസ്റ്റ് എൻട്രി. അവിടെ നിഷി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്, ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് അവിടെ. അപ്പം അവിടെ ബാലിപ്പോങ് എന്ന് പറയുന്ന ബോർഡറിൽ വന്നു, താവളം അടിച്ചു, ഇന്നർ ലൈൻ പെർമിറ്റ് എടുത്തു. അങ്ങനെ യാത്രയായി ഈ പറഞ്ഞ സ്ഥലത്ത് സെപ്പ ഹെഡ് ക്വാർട്ടറിലെത്തി. ഈ പറഞ്ഞ സമയങ്ങളെടുത്തു, 2 ദിവസം എടുത്തു പോകാൻ അവിടെ എത്താൻ വേണ്ടി. അങ്ങനെ എടുത്തു വന്ന് ഉടനെ എൻ്റെ കസിൻ ബ്രദർ ജോലിയെല്ലാം അവിടെ നിന്ന് ഈസി ആയിട്ട് ജോലി കിട്ടും. സിവിൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഡിസ്റ്റിങ്ഷനോട് കൂടി പാസ്സായിട്ട് വന്ന ആൾക്ക് ഏതൊരാൾക്കും അന്ന് ജോലി കിട്ടും. അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒരു ചെറിയ കനിഷ്ക എഞ്ചിനീയറായിട്ട്, ഏറ്റവും ചെറിയൊരു എഞ്ചിനീയർ, ജൂനിയർ എഞ്ചിനീയറായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി. നമ്മൾ ജോലി ചെയ്തു. അതോടൊപ്പം നമ്മളെ പ്രേക്ഷിതൻ്റെ നമുക്ക് മതബോധനം തന്ന നമ്മുടെ അതിരൂപത ചങ്ങനാശ്ശേരിയിലെ
അധ്യാപകരും അച്ഛന്മാരും തന്ന അത് നമ്മുടെ കയ്യിലുണ്ട്. ഈ ജോലിയോടൊപ്പം നമ്മൾ വിശ്വാസവും എല്ലാ സൺഡേയിലും നമ്മൾ പള്ളിയിൽ പോകാൻ തുടങ്ങി. അന്ന് പള്ളിയൊന്നും ഇല്ല അരുണാചലിൽ. ചെറിയൊരു വിഭാഗം ഒരു വീട്ടിലാണ് കൂടുന്നത്. ചുരുക്കം ചിലയിടത്തേ ഉള്ളൂ ഒരു ചെറിയൊരു പള്ളി എന്നുള്ളൂ. സലേഷ്യൻ അച്ഛന്മാരാണ് അന്ന് 62 കാലങ്ങളിൽ വന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വന്നത് 89-ലാണ്. അപ്പോൾ സലേഷ്യൻ അച്ഛന്മാർ അവിടെ ഇവിടെ ഉണ്ട്. പരിമിതിയാണ് അച്ഛന്മാർക്ക്. അവരുടെ ഹെഡ് ക്വാർട്ടർ ദിമാപൂരിലാണ്. അവിടുന്ന് വേണം അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാൻ. അങ്ങനെ ജോലിയോടൊപ്പം നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനവും തുടങ്ങി. ചെറിയ ചെറിയ പള്ളികളിൽ ഭാഗമാക്കാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ പോസ്റ്റിംഗ് പ്ലേസിൽ അവിടെ നിന്നും സെക്ഷൻസ് ഉണ്ട്. അവിടെ നിന്ന് പോകുമ്പം പള്ളികളൊന്നുമില്ല, പക്ഷേ വിശ്വാസികൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ പൂർവികർ ചെയ്ത പ്രേക്ഷിത ചെയ്തതിൻ്റെ അനുസരിച്ച് എല്ലാവർക്കും ഓരോ കൊന്തയും കാര്യങ്ങളും എല്ലാം ആവശ്യപ്പെട്ടപ്പം അങ്ങനെ അവിടെ ചെറിയ ചെറിയ സമൂഹങ്ങളായിട്ട് പ്രാർത്ഥന കൂടി. പിന്നെ ചെറിയ മുള കൊണ്ട് പള്ളി ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സും ഒരു പ്രചോദനം വന്നു. എനിക്ക് എന്തെങ്കിലും ചെയ്യണം ക്രിസ്തുവിൽ. അങ്ങനെ ഒരു മനസ്സിലൊരു ഇത് വന്നു. എന്തു വന്നാലും നമ്മൾ ക്രിസ്തുവിനെ കൈവിടാതെ കൂടെ നടന്ന് പ്രേക്ഷിത പ്രവർത്തനം നടന്നു ചെയ്ത് വന്നിങ്ങനെ അങ്ങനെ പല കാര്യങ്ങളിൽ ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ കൂടുതൽ ചെയ്യാനായിട്ട് തുടങ്ങി. ട്രാൻസ്പോർട്ടേഷൻ വന്നപ്പം നമുക്ക് കുറച്ച് രൂപങ്ങളും കാര്യങ്ങളും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇത് തുടങ്ങി. സഹിച്ചേട്ടാ, ഈ കഴിഞ്ഞ ജൂലൈ മാസം ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്നും പ്രവാസി അപ്പസ്തോലേറ്റ് കാരുണ്യ പുരസ്കാരം നേടുകയുണ്ടായല്ലോ. അതിന് എങ്ങനെയാണ് സജി ചേട്ടൻ തിരഞ്ഞെടുക്കപ്പെട്ടത്? അരുണാചലിലെ ഒരു 36 വർഷത്തെ സർവീസിലെ ഗവൺമെൻറ് സർവീസിനോടൊപ്പം നമ്മുടെ ദീപികാരുണ്യ അത് മിഷനറി പ്രവർത്തനത്തോട് ഒരു സജീവ പ്രവർത്തകനായിരുന്നു. അത് ഒരു സൈലൻ്റ് ഒരു പ്രവർത്തനമായിരുന്നു. അപ്പോൾ അതിൽ അനേകം ആളുകളെ അത് അറിയാനും അനുഭവിച്ചറിയാനും പറ്റി ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ എന്നെ ഇങ്ങനെ ചങ്ങനാശ്ശേരി പ്രവാസി അപ്പോസ്റ്റോലേറ്റിന് അവിടുത്തെ ഒരു മെമ്പർ എന്നെ ഇങ്ങനെ വിളിച്ചിരുന്നു. അതും പ്രകാരം ഞാൻ നിനക്ക് അവിടെ ജൂലൈ 18 അവിടെ ചെല്ലണം, നിങ്ങൾക്ക് ഒരു പുരസ്കാരം ഞങ്ങൾ കരുതിയിട്ടുണ്ട്. അത് ചങ്ങനാശ്ശേരി പ്രവാസി കാരുണ്യ അപ്പോസ്റ്റോലേറ്റിൻ്റെ ഒരു പുരസ്കാരമായിരുന്നു. അത് എന്നെ തേടി വന്നത് കാരണം ഒത്തിരി പല മേഖലയിലെ ക്രിസ്ത്യൻ മേഖലയിൽ അച്ഛന്മാരോടും ബ്രദർമാരോടും നിന്ന് ഒത്തിരി പറയാൻ പറ്റാത്ത ഇതുകൾക്കുള്ള സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. പരം റോസറികൾ ഓൾറെഡി വില്ലേജുകാർക്ക് ഫെയ്ത്ത്ഫുൾ ക്രിസ്ത്യൻസ് കത്തോലിക്കരായിട്ടുള്ളവർക്കും നോൺ കത്തോലിക്കായിട്ടുള്ളവർക്കും സജിച്ചേട്ടൻ വിതരണം ചെയ്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഓഡിയോ റേഡിയോ, അതായത് ഫുൾ ബൈബിൾ ഹിന്ദി വേർഷനിലും ഇംഗ്ലീഷ് വേർഷനിലും അവർക്ക് വായിക്കുവാൻ അറിയത്തില്ലാത്ത വ്യക്തികൾക്ക് കേട്ട് യേശുവിനെ അറിയുവാനായിട്ടുള്ള സേവനം ചെയ്തു. അതും 5000-10,000 അടുത്ത് ഓൾറെഡി ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കാം സജിച്ചേട്ടനെ തേടി ഈ പുരസ്കാരം എത്തുവാൻ ഉണ്ടായ കാരണം എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ ഏക കാരണം മനസ്സിലെ ആ തീവ്രതയാണ്. യേശുവിലോട്ടുള്ള ഒരു തീവ്രതയാണ് എന്നെ വിളിച്ചത്. കാരണം പണ്ട് തൊട്ടേ കൊച്ചിലെ തൊട്ടേ മാതാവിനോട് ഭയങ്കര ഒരു ഭക്തിയായിരുന്നു. അതാണ് കൊന്ത വിതരണം ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം. അതിൽ നിന്നുള്ള പ്രചോദനം നമ്മൾ ഓരോ കൊന്തകളും ഓരോരുത്തർക്ക് കൊടുക്കുമ്പം അവരിൽ നിന്ന് വരുന്ന ഒരു റിഫ്ലക്ഷന് അതിൽ പറയാൻ അറിയാമല്ലാത്ത ഒരു പ്രകാശ രൂപം കണക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്നെ ഒത്തിരി ഇൻസ്പിറേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തോന്നി അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് ഭയങ്കര അക്സസിബിലിറ്റി ഉണ്ട്. വരുമ്പോൾ 5000 കൊന്ത 6000 കൊന്ത അല്ലെ പറ്റുന്ന കൊണ്ടുവന്ന് പറ്റുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ പോകുന്ന സ്ഥലത്ത് എങ്ങനെയായാലും ഒരു 10-40 എണ്ണം കരുതിയിട്ട് പോകുള്ളൂ. കൊടുക്കേണ്ട സ്ഥലത്ത് അത് കൊടുത്ത് തീർന്ന് വരുമ്പം പിന്നെയും എൻ്റെ ബാഗിൽ പോകുമ്പോൾ കൊടുക്കും. അങ്ങനെയാണ്. സജിച്ചേട്ടാ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ വർഷം നമ്മൾ ഒന്നിച്ച് തവാങ് പോയായിരുന്നു. അപ്പോൾ തവാങ് ഇവിടുന്ന് പോയപ്പോൾ സജിച്ചേട്ടന് ബാഗ് എന്നാ സജിച്ചേട്ടാ ഇത്ര കനമെന്ന് ചോദിച്ചപ്പോൾ ഇത് ക്രിസ്തുവിന് വേണ്ടിയിട്ട്, ക്രിസ്തുവിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നിക്ഷേപം കരുതിയിട്ടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്കത് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് പിടുത്തം കിട്ടിയത്. അന്നേരം ഞാൻ സജിച്ചേട്ടനോട് ചോദിച്ചു, ഈ കാത്തോലിക്കാരായിട്ടില്ലാത്തവർക്ക് സജിച്ചേട്ടൻ കൊണ്ടുവന്ന് ഇത്രമാത്രം റോസറി കൊന്ത എവിടെ കൊടുക്കും, ആർക്ക് കൊടുക്കും? അന്നേരം സജിച്ചേട്ടൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അച്ഛാ
ഇതെങ്ങനെ കൊടുക്കും ആർക്ക് കൊടുക്കുന്നില്ല, ഇത് നമുക്കിത് എങ്ങനെ അവർക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യാം, കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ കൊടുത്തിട്ട് അവരോട് പറഞ്ഞ് ഇത് എൻ്റെ മാതാവാണ്, മാതാവിനോട് മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം എന്ന് എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ചിന്തിക്കച്ചാ, ഇതിൻ്റെ ഭാരത്തെക്കുറിച്ചോ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ സജി? തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുമ്പോഴാണ് അതിൻ്റെ ആവശ്യക്കാരും വരുന്നത്. ദൈവം തീർച്ചയായിട്ടും നമ്മളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഇത് കൊണ്ട് നടക്കുന്നത്. അങ്ങനെ അതിൻ്റേതായിട്ടുള്ള ഒരു ലക്ഷ്യബോധം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ബാഗിൽ എക്സ്ട്രായിട്ട് ഒന്നും കരുതിയില്ല. എനിക്ക് വേണ്ട ഒരു പേഴ്സണൽ ബൈബിളും ഒരു കൊന്തയും മാത്രം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിച്ച പോലും ഇല്ല. പക്ഷേ എന്നെക്കാളും ഒത്തിരി വാസ്റ്റായിട്ട് സജീവങ്ങൾ ചിന്തിക്കുകയും ഒരു കെട്ട്, ഒരു കൊന്ത, റോസറി കൊണ്ടുവരികയും ഒരു പരിചയമില്ലാത്ത വ്യക്തികൾക്ക് കൊടുക്കുവാനായിട്ട് തയ്യാറാവുകയും ചെയ്ത നല്ല മനസ്സ് അവായിരിക്കും ഒരു പക്ഷേ ഈ പുരസ്കാരങ്ങളൊക്കെ തേടി എത്താനുണ്ടായ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതെ, നമ്മുടെ ആ തീക്ഷ്ണതയ്ക്ക് ഒരു പരിഹാരം അത് ദൈവം തന്നെ എത്തിച്ചു തരുന്നതാണ്. അത് മനസ്സിൽ ആ ഒരു മിഷൻ നമ്മൾ വെക്കുമ്പോൾ അതിനൊരു കംപ്ലീഷൻ ഉണ്ടാകും. അതാണ് സഹിച്ചേട്ടാ. പിന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ കൊന്ത അന്ന് കൊണ്ടേ കാര്യം പറഞ്ഞു. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ അരുണാചൽ, പ്രത്യേകിച്ച് മ്യാവു രൂപതയിൽ ഏത് പള്ളിക്കൂടെയും, കുഞ്ഞു പള്ളിയായിക്കോട്ടെ വലിയ പള്ളിയായിക്കോട്ടെ കടന്നു ചെല്ലുമ്പോഴും സജിച്ചേട്ടൻ്റെ ഒരു മുദ്ര പതിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒന്നല്ലെങ്കിൽ ആ പള്ളിയുടെ ഫ്രണ്ടിൽ കാണുന്ന ഗ്രോട്ടോസ്, അല്ലെങ്കിൽ അവിടെ വെച്ച മാതാവിൻ്റെ രൂപങ്ങൾ, യേശുപിതാവിൻ്റെ രൂപങ്ങൾ, മറ്റു വിശുദ്ധന്മാരുടെ രൂപങ്ങൾ, അല്ലെങ്കിൽ പള്ളിയുടെ ഫ്രണ്ടിലുള്ള വലിയ കൽക്കുരിശുകൾ, അങ്ങനത്തെ വലിയ കുരിശുകൾ, സ്വന്തം ഇടവകയാണെങ്കിൽ പോലും വലിയ കുരിശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതൊക്കെ പാലിച്ച ഒരു സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇന്ന് ആരും ചെയ്യാൻ തയ്യാറാവില്ല. കുറച്ചൊക്കെ നമുക്ക് കൊടുക്കാൻ തയ്യാറാവും. പക്ഷേ ഇത്രയേറെ ചിലവുകൾ ഇത്രയേറെ നമ്മുടെ രൂപതയിൽ കൊടുക്കുവാനായിട്ട് തയ്യാറാവുന്നുണ്ട്, സന്മനസ്സുണ്ട്. ഒരുപക്ഷെ ഇതും കൂടിയും കാരണമാകത്തില്ലേ? തീർച്ചയായിട്ടും വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിലാണ് നമ്മൾ അത് കാണിക്കേണ്ടത്. പണ്ട് നമ്മുടെ വിശുദ്ധന്മാർ അതാണല്ലോ കാണിച്ചത്. നമ്മൾ മാർട്ടിയറാകുമ്പോഴാണ് അവരുടെ ആ മിഷൻ കംപ്ലീറ്റ് ആകുന്നത്. അതുകൊണ്ട് ഞാൻ അത്രയൊന്നും ഇല്ലല്ലോ, നമ്മൾ ഈ ഒരു ചെറിയൊരു രീതിയിൽ നമ്മൾ വെക്കുമ്പം നമ്മൾ ഇവിടെ പള്ളികളിലെ ചുരുക്കം ചില സക്രാരിയിൽ നോക്കിയാലും ചുരുക്കം ചില ടേബിളിൽ ഒരു ചെറിയൊരു തുണികൾ മാത്രമേ കാണാൻ ചൂസ്. അതിപ്പോൾ നമ്മളത് അപ്പം ഭാവന ചെയ്യും. ദൈവത്തിന് ആഗ്രഹിക്കുന്ന അവിടെ എന്തെങ്കിലും ഒരു നല്ലൊരു ഇത് വേണം. സക്രാരിയിലും അങ്ങനെയുള്ള എല്ലാ രീതിയിലും പള്ളിയിലെ എല്ലായിട്ടും ചെറിയൊരു ഇതെങ്കിലും വേണം. അതുമ്പം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അങ്ങനെ കൊടുക്കും. പിന്നെ ഗ്രോട്ടോസ് പണിയുന്നതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, മാതാവിനോടുള്ള തീക്ഷ്ണത. അതിനി എൻ്റെ നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അത് നാട്ടിലെ എല്ലാ സ്ഥലങ്ങളും മേടിച്ചാലും അവിടെ എല്ലാം മാതാവിൻ്റെ ഗ്രോട്ടോ പണിയും. അത് കമ്പൾസറിയാണ്. അതൊരു തീക്ഷ്ണത വന്നുകൊണ്ടാണ് ഇവിടെ. പിന്നെ സിസ്റ്റേഴ്സൊക്കെ പറയും ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പം നമ്മളവിടെ അവിടെ ചെല്ലുമ്പം നമ്മളെ സഹായിക്കാനായിട്ട് ആളുകൾ അവിടെ വരും. അങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ മാതാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്. മാതാവിൻ്റെ അനുഗ്രഹം ജോർജ് ചേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന സജി ചേട്ടനും അതുപോലെ ടീച്ചറിനും മക്കൾക്കും എല്ലാം ഒത്തിരി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലൊപ്പം തന്നെ സിസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, അവർ സഹായം ചോദിച്ചു എന്ന് പറഞ്ഞു. ഞാനും ഈ റീസൺലി ഒരു സഹായം എൻ്റെ ആയിരിക്കുന്ന പള്ളിയിൽ പള്ളിപണി നടക്കുകയാണ്. അപ്പോൾ ആ പള്ളിപണിക്ക് ഇങ്ങനെ ചെറിയൊരു സഹായം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛാ പള്ളി പണിയുമ്പോൾ മനോഹരമായിട്ട് പണിയുക, ദൈവത്തിൻ്റെ ആലയമാണ്, അത് നമ്മൾ കുറവ് വരുത്താൻ പറ്റത്തില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അന്ന് സജീവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അച്ഛാ ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും പള്ളി പണിയെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ടെന്ന് സജി ചേട്ടനോട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റേതായിട്ട് എനിക്ക് 4-5 ലക്ഷം രൂപ ടൈലുകൾ മൊത്തം ഞാൻ ഇട്ട് തരാം അച്ഛാ എന്നതിനോട് പറയുകയുണ്ടായി. അതിലിങ്ങനെ കൊടുക്കുന്നതിൽ സജി ചേട്ടന് എന്ത് തോന്നുന്നു? ഇങ്ങനെ കൊടുക്കും തോറും നമുക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടാണോ ലാഭമായിട്ടാണോ അത് കുറവായിട്ടാണോ അങ്ങനെ എന്തെങ്കിലും ഫീലിങ്സ്? അല്ല, അതിൽ ഞാൻ വേറൊന്നും കാണുന്നില്ല. നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഒരു ലാഭേച്ഛ ഉദ്ദേശിച്ചല്ല. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ദൈവം വേറൊരു വഴി തുറക്കും. ചെറിയൊരു വഴിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ വലിയൊരു ഉറവകൾ തുറക്കുന്നതാണ് കാണുന്നത് നമുക്ക് പ്രതീകം. കാരണം ഞാൻ അന്ന് തന്നെ അച്ഛൻ്റെ അവിടെ വന്നപ്പോൾ അച്ഛൻ ടൈൽസിൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഒരുമാതിരി ഏകദേശം ഇത്രയാവും. പക്ഷേ അതിൻ്റെ ഒരു 100 ഇരട്ടിയാണ് ദൈവം അന്നപ്പം വേറൊരു വഴി കൂടെ നമുക്ക് തരുന്നത്. അപ്പം കൊടുക്കുന്നതുകൊണ്ട് എനിക്കൊരു നഷ്ടം അതിനകത്ത് ഞാൻ ലാഭേച്ഛ നമുക്ക് വിജയിക്കുന്നത്. നമുക്ക് ദൈവം ബ്ലെസ്സിങ് പിന്നെയും തരുവാണ്. അതാണ് എൻ്റെ ലൈഫിൽ മൊത്തം അതാണ് നടക്കുന്നത്. സെൻറ്റ് ജോസഫിൻ്റെ നാമത്തിലുള്ള ഒരു പള്ളിയാണിത്. വർഷങ്ങൾക്ക് മുമ്പ് 20 വർഷങ്ങൾക്ക് 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ വില്ലേജ് തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു കുടുംബം ഇവിടെ കാത്തലിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ കാട്ടിപ്പോയി ഒരു അച്ഛൻ്റെ ചാക്കോ അച്ഛൻ എന്ന് പറയും. ആ അച്ഛൻ്റെ നേതൃത്വത്തിൽ പോയി തടി കൊണ്ടുവന്ന് വെട്ടിപ്പുണ്ടാക്കി. കാലക്രമേണ ആ തടിയെല്ലാം കുത്തി ദ്രവിച്ചു പോയി. അന്ന് ഇത് മേഞ്ഞിരുന്ന സാധനം എല്ലാം പോയി. ഇപ്പം മഴയത്ത് വെള്ളമാണ്. അതുപോലെ അതിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതി വന്നു. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് പലരുടെയും സഹായം കൊണ്ടും സന്മനസ് കൊണ്ടും നമ്മൾ
ചെറിയ രീതിയിൽ ഈ ഒരു പള്ളി പണിത് ഉയർത്തുകയാണ് യേശുപിതാവിൻ്റെ നാമത്തിൽ നമ്മുടെ വില്ലേജുകാർക്കൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. എല്ലാവരും ഇവർക്ക് ഏത് വിശ്വാസമാണെങ്കിലും ഒരു വിശ്വാസത്തിന് അവരെതിരല്ല, അവരെല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നമ്മുടെ മെയിൻ ഡോറിനോട് സൈഡിലായിട്ട് കുറേ ഔൺസ് കുപ്പികൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് കണ്ടു. അവ എന്താണ്? അതിനൊരു കഥയുണ്ട്. ഒരു 27 വർഷം മുമ്പ് എനിക്ക് എൻ്റെ മൂത്ത കുഞ്ഞ് ജനിക്കുന്നത്. അത് ഏറ്റവും റിമോട്ടിലാണ് അരുണാചലിൽ ജനിക്കുന്നത്, സെപ്പ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ ഈ വൈദ്യസഹായങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു എന്തെങ്കിലും പറ്റിയാൽ ഒരു രക്ഷയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ത്യൻ മെഡിക്കൽ ഹോമിയോ മിഷൻ ചിങ്ങമരത്തെ സ്റ്റാർട്ട് ചെയ്തു കറസ്പോണ്ടൻസായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ന്യൂസ് പേപ്പറിൽ അപ്ലൈ ചെയ്തു. ആഴ്ച തന്നെ എനിക്ക് കിട്ടി, സിലബസും എല്ലാം കിട്ടി. വിതിൻ 1-2 ഇയറിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത ഉടനെ അതും ഒരു മിഷനറിയുടെ ഒരു പാർട്ടാണ്. കാരണം ദൈവത്തിൻ്റെ ഇൻസ്പിറേഷൻ വന്നപ്പോൾ എൻ്റെ കുഞ്ഞിന് വേണ്ടി ചെയ്തതാണ്. പക്ഷേ എന്നിരുന്നാലും പിന്നെ ഇപ്പോൾ അത് മനസ്സിലാക്കി. 36 വർഷം കഴിഞ്ഞപ്പോഴാണ് അനേകർക്ക് വേണ്ടി അത് ഉപകരിക്കാൻ വേണ്ടിയാണ് യേശു എന്നെ അതിന് പാകപ്പെടുത്തിയത്. കാരണം ഇന്ന് ഈ 4 നാളിതോളം അനേകം ആളുകൾക്ക് വേണ്ടി ഞാൻ ഈ ഹോമിയോ മരുന്ന്, കുഞ്ഞുങ്ങളെല്ലാം വളർന്നു, അവർ പഠിക്കാനായിട്ട് പോയി. പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾക്ക് അത് വലിയൊരു പ്രചോദനം തന്നെ നൽകുന്നത്. കാരണം ഫ്രീ ചികിത്സയാണ്. എന്നിരുന്നാലും അത് വേണ്ട സ്ഥലത്ത് ഞാൻ ഒന്നിലെ അവിടെ എത്തിക്കോ, അല്ലെ അവരിവിടെ വരും. അതാണ് അതിൻ്റെ ഒരു കഥ. ഇവിടെ ക്യാൻസർ ചികിത്സയ്ക്ക് എന്തോ അങ്ങനെ എന്തെങ്കിലും മരുന്ന് ഹോമിയോ അത് ഇതിനോട് സംബന്ധിച്ച് തന്നെയാണ്. ഇതൊരു ഹോമിയോ ആണെങ്കിലും അതിന് റിലേറ്റീവായിട്ട് ഇതിനെ ഞാൻ തീക്ഷ്ണമായിട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നെ ഇത് പഠിച്ച് വന്നപ്പോഴേ നമുക്കിതിനെ ബദനി സിസ്റ്റേഴ്സ് മൈസൂരിൽ നിന്ന് HD കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ഈ ക്യാൻസറിനുള്ള മരുന്നുകൾ ഉണ്ടാക്കി പിന്നെ ചെറിയ രീതിയിൽ മിഷനറി റേറ്റിൽ അവർ വിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ കറസ്പോണ്ടൻസായിട്ട് ചെയ്തപ്പോൾ അവരെനിക്ക് അനേകം ഇതിനുള്ള 2 മരുന്നുകൾ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അത് ഞാൻ സ്റ്റോക്ക് ചെയ്തപ്പം ഇവിടെ വന്നപ്പം അത് 1-2 പേർക്ക് ഇവിടെ ബംഗാളീസ്, നേപ്പാളീസ് എല്ലാം പലവിധ ഇതൊരു മിനി ഇന്ത്യയാണ്. അപ്പം ചിലർക്ക് നാക്കയിലെ ഇതായിട്ട് വന്നിട്ട് ബയോസ്കോപ്പി എടുത്തു, അത് ക്യാൻസറായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒരു മാസം ഒരു ആഴ്ചത്തേക്ക് എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചില സ്ഥലത്ത് ഇങ്ങനെ മരുന്ന് കൊടുത്തപ്പം അത് ക്യൂറായിട്ട് വന്നു. ബയോസ്കോപ്പി ചെയ്ത് പോസിറ്റീവായത്, അതിന് നെഗറ്റീവായി എൻ്റെ ആ മരുന്ന് ഒരാഴ്ച കൊണ്ട്. അപ്പോൾ അവർക്കത് വേണ്ട ഫർദർ പോകേണ്ട ആവശ്യം വന്നില്ല. അത് അങ്ങനെയൊക്കെ ആയിരിക്കും അച്ഛനത് കേട്ടത്. അതൊക്കെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ HOD ആയിട്ട് സേവനം ചെയ്യുന്നു. അതിനോട് ഒപ്പം തന്നെ ഈ പറയപ്പെട്ട കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്യുന്നു ഹോമിയോ മെഡിക്കലായിട്ടും. അതിൽ ഉപരിയായിട്ട് ഒഴിവ് സമയം കിട്ടുമ്പോഴാണോ അല്ലയോ എനിക്കറിഞ്ഞുകൂടാ, മ്യൂസിക്കിനോട് കൂടുതൽ കമ്പമുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒത്തിരി പാട്ടുകൾ കമ്പോസ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ പാടിയതായിട്ടൊക്കെ എനിക്ക് അറിഞ്ഞു. അത് ശരിയാണോ? അതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് കാലങ്ങളിൽ വേദപാഠങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ 5 പിള്ളേരാണ്. അപ്പം അന്നത്തെ കാലങ്ങളിൽ വലിയ പൈസ ഒന്നും ആരുടെയിലും ഇല്ല. അപ്പം ദൈവത്തിനെ വിളിച്ചിറക്കിയാണ് നമ്മളിരുന്നത്. അപ്പം ഞങ്ങൾ 5 പേര് പിള്ളേരെന്ന് പറഞ്ഞ് പാട്ട് പാടി. എൻ്റെ മൂത്ത ചേച്ചി പള്ളിയിലെ പാട്ടുകാരത്തിയായിരുന്നു, രണ്ടാമത്തെ ചേച്ചി പാട്ടുകാരത്തിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അഭിരുചികളെല്ലാം നമ്മളിൽ വന്നു കഴിഞ്ഞപ്പം നമുക്കത് പാട്ടിലൂടെ നമുക്ക് ദൈവത്തെ വിളിച്ചാൽ എന്തുകൊണ്ടുള്ള രീതിയിൽ നമുക്കൊരു ഇത് വന്നു. അങ്ങനെ ഒരു പ്രയോജനം വന്നപ്പം പാട്ടുകൾ എഴുതാൻ വേണ്ടി നമ്മൾ മലയാളം ഒരു വിഖ്യാനമൊന്നും അല്ല പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് എഴുതാനിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മിനിറ്റിനുള്ളിൽ നമ്മളിൽ ഒരു പാട്ടിൻ്റെ ഇത് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇൻസ്പിറേഷനാണത്. ഇതുവരെ എത്ര പാട്ട് എഴുതിയിട്ടുണ്ട്? ഡിവൈൻ ബേസ്ഡ് ആണ് എൻ്റെ പാട്ടുകളെല്ലാം. അപ്പം ഒരു 10-40 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഒരു കസിൻ ബ്രദർ എഡ്വിൻ എന്ന് പറയും, എഡ്വിൻ കരിക്കുംപള്ളി. പുള്ളി മ്യൂസിക് പഠിച്ചതുമാണ്, മ്യൂസിക് ഡയറക്ടറാണ്, മ്യൂസീഷ്യനാണ്. ലിറിക്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അത് സെറ്റപ്പ് ചെയ്ത് പുള്ളിക്ക് തന്നെ ചെറിയൊരു പുള്ളിയുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. അപ്പം ഒരാഴ്ച കൊണ്ട് പുള്ളി അത് റെഡിയാക്കി എനിക്കത് തിരിച്ചയച്ചു തരും. ഇതിനൊക്കെ സമയം ഒന്ന് കണ്ടെത്തുന്നുള്ളത് സത്യമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ വൈഫിൽ നിന്നും എന്തെങ്കിലും പ്രചോദനം, സപ്പോർട്ടുകൾ എന്തെങ്കിലുമൊക്കെ? ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, ഞാനും വൈഫ് ഇവിടെ ഗവൺമെൻറ്റിൽ ജോലിയാണ്.
അപ്പം പുള്ളിക്കാരത്തിയുടെ ഇൻസ്പിറേഷൻ നല്ലൊരു ഇൻസ്പിറേഷൻ ഉണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് മാതാവിനോട് ഭയങ്കര പ്രാർത്ഥനയാണ്. ഞാൻ തന്നെ ഇരുന്ന് ഇവിടെ പ്രാർത്ഥന റൂമിൽ വരുമ്പോൾ എപ്പോഴും മിക്കവാറും കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷനും ഉണ്ട്. പിന്നെ നമ്മൾ ഒരു പണ്ടത്തെ കാലത്തെ ക്രിസ്തീയ ജീവിതത്തിൽ വളർന്നു വന്ന ഒരു പ്രചോദനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം സമയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സമയം നമ്മളല്ല തരുന്നത്, ദൈവം തരുന്നതാണ്. അപ്പോൾ അത് 100% യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഇതാണ്. ഇന്നത്തെ ജനറേഷനിൽ നമുക്ക് കേൾക്കുവാനായിട്ട് വളരെ പ്രയാസപ്പെട്ട ഒരു വാക്കാണ് പറഞ്ഞത്. ആർക്കും ഇന്ന് സമയം തികയുന്നില്ല എന്ന് പരാതിപ്പെടുമ്പോൾ ഇന്ന് സജിചേട്ടനെ സംബന്ധിച്ച് സമയം ദൈവം തരുന്നു, ആ സമയം ഞാൻ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃക ആക്കേണ്ട ഒരു വാക്കാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ മക്കളുണ്ടല്ലോ, മക്കളുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? മക്കളും ഏകദേശം ഇത് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കണക്ക് തന്നെ. അവർ രണ്ട് ആൺപിള്ളേരാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കണക്ക് തന്നെ ആ പാതയിൽ തന്നെ അവർ പോകുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് നല്ല വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നത് നമ്മൾ പഠിക്കണം. അതാണ് ഏറ്റവും വലുത്. പിന്നെ ഏറ്റവും വലുത് ദൈവഭക്തി. ടീച്ചറെ, നമ്മുടെ സജിച്ചേട്ടൻ ഇത്രയേറെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നു. ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ടീച്ചറിനൊന്ന് പറയാൻ പറ്റുമോ? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണെന്നാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പ്രവർത്തിക്കണം. മുൻപന്തിയിൽ പ്രവൃത്തിയായിരിക്കണം. അത് കഴിഞ്ഞ് അതിനോടൊപ്പം പ്രാർത്ഥന. ഞങ്ങളുടെ കുടുംബത്തിലും എല്ലാവർക്കും ഒരു മാതൃക, നമ്മുടെ കുടുംബത്തിലും നാട്ടുകാർക്കും എല്ലാം. എല്ലാവരും സജിയെ പറ്റി പറയുമ്പോഴും അങ്ങനെയാണ് പറയുന്നത്. നന്നായിട്ട് സഹായിക്കുന്ന ആളാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമുക്കൊരു അഭിമാനമുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു ഇതാണ്, ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്. ഞാനും നേരത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്. എന്നോട് എൻ്റെ മമ്മി, ഇപ്പം ഇല്ല മമ്മി, പക്ഷെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ആരെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഒത്തിരി വർഷം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു നല്ലൊരാളെ, നല്ല ദൈവവിശ്വാസമുള്ള ഒരാളെ കിട്ടണമെന്ന്. അതിൻ്റെ ഫലമായിരിക്കും ഉറപ്പായിട്ടും. സജിച്ചേട്ടായി, ഈ പ്രവാസി അപ്പസ്തോലിക് പുരസ്കാരത്തിന് പുറമെ എന്തെങ്കിലും? അത് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞതിൻ്റെ ഇതെല്ലാം ബേസിക്കാണല്ലോ. നമ്മൾ വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ വർക്ക് ചെയ്താലേ അതിന് വർഷിപ്പായിട്ട് അതിൻ്റെ ബ്ലെസ്സിങ് വരത്തുള്ളൂ. അതിൻ്റെ ബിഹൈൻഡ് ദ ടേബിൾ നമ്മൾ കേട്ടിട്ടില്ലേ? ഇത് നാഷണൽ സ്വച്ഛ് ഭാരത് അവാർഡാണ്, നാഷണൽ അവാർഡാണ്. ഇത് ഗവൺമെൻറ് ഓഫ് ഭാരത് സർക്കാരിൻ്റെ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ വർഷം 24-25 സ്വച്ഛ് ഭാരതിൻ്റെ അവാർഡാണ്. അതെ. അതിനോടനുബന്ധിച്ച് ഈ അവാർഡുകളെല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. മുനിസിപ്പാലിറ്റിയുടെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ അവാർഡുകളാണ്. ഇതിപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മുടെ അവാർഡുകളെല്ലാം തീരുമാനിക്കുന്നതും. അതുപോലെ തന്നെ നമുക്ക് പല അവാർഡുകളുണ്ട്. ഒരു ഡിസ്ട്രിക്ട്, അഞ്ചാവിൻ്റെ ഒരു ഡിസ്ട്രിക്ട് ഉണ്ടാക്കിയിട്ട് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. അവിടെ കിടക്കുന്ന ഗോൾഡ് മെഡലാണ് നമുക്ക് കിട്ടിയത്, ഗവർണർ അവാർഡ്. അങ്ങനെ പല അവാർഡുകളും നമുക്ക് ഈ ജോലി സംബന്ധമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി നന്ദിയുണ്ട്. ഈ തിരക്കുകൾക്കിടയിലും ഞങ്ങളോടൊത്ത് ശാലോം ടിവിയോട് ഒത്ത് കുറച്ച് സമയം മാറ്റിവെക്കുവാനായിട്ട് സമയം കണ്ടെത്തുകയും ഞങ്ങളോട് ഒത്ത് കുറച്ച് സമയം ആയിരിക്കുകയും ചെയ്തതിന് സജിച്ചേട്ടനും ടീച്ചറിനും ഒത്തിരിയേറെ ശാലോം ടിവിയുടെ പേരിലും ഞങ്ങളുടെ 2 അച്ഛന്മാരുടെ പേരിലും ഒത്തിരിയേറെ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശീർവദിക്കുകയും ചെയ്യും.